ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ പ്രതിസന്ധികൾ രൂക്ഷമാവുകയാണ്. വീണ്ടും അടുത്ത രാജി. തൃണമൂൽ എംപിയായ സുഷ്മിതാ ദേവ് രാജ്യസഭയിൽ നിന്നും രാജിവെച്ചു. മമതയുടെ പിടിപ്പുകേട് ഇപ്പോൾ തൃണമൂലിൽ കലാപമായി മാറുകയാണ്. മമതയുടെ വിശ്വസ്തനായിരുന്ന സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച ഒരാഴ്ച തികയുന്നതിന് മുൻപെയാണ് ഇപ്പോൾ അടുത്ത രാജി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. അതേപോലെ ആസാമിലെ സീച്ചാലിൽ നിന്നുള്ള കോൺഗ്രസ് ലോക്സഭാ എംപി ആയിരുന്ന സുഷ്മിതാ ദേവ് 2019 തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് 2021 തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അതേപോലെ തന്നെ കൂടുവിട്ടൊരു കൂടുമാറ്റമാണോ ഇപ്പോൾ തൃണമൂലിൽ നടക്കുന്നതെന്നതും ഏറ്റവും ഒരു വെല്ലുവിളിയായി തന്നെ മാറുകയാണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ ആരംഭിച്ച തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രതിസന്ധി ഇപ്പോൾ അവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ബാധിക്കുന്ന ഒരു സൂചനയായി തന്നെ മാറുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. അതേപോലെ പാർട്ടിക്കുള്ളിലെ വിമത നീക്കങ്ങളും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും അവിടെ തുടർ കഥയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിലും തൃണമൂലിന് തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആസാമിലെ സീച്ചാലിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് ലോക്സഭാ എംപി ആയ സുഷ്മിതാ ദേവ് ഒരിക്കൽ തൃണമൂലിന്റെ ദേശീയ മുഖങ്ങളിൽ ഒരാളായി മാറിയ വ്യക്തിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അവർ കടുത്ത രീതിയിൽ അവിടെ നിന്നും അവഗണന നേരിടുകയും തൃണമൂലിൽ ചേരുകയുമാണ് ഉണ്ടായത്. അതേപോലെ പാർട്ടിയിൽ അതിവേഗം ഉയർന്നു വന്ന അവർ ദേശീയ വക്താവായും പിന്നീട് രാജ്യസഭാ അംഗമായും മാറിയ വ്യക്തി കൂടിയാണ്. എന്നാൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ അവിടെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ദേശീയ തലത്തിൽ പോലും പ്രകടമാവുകയാണ്. പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്കും വിമത നേതാക്കളുടെ ശക്തമായ വെല്ലുവിളിയും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ആധിപത്യത്തെ ഗൗരവമായി തന്നെ ബാധിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മാത്രമല്ല വീണ്ടും ഇവിടെ മമതാ ബാനർജി കോൺഗ്രസിലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ രാജി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ബംഗാൾ നിയമസഭയിൽ വിമത നേതാവായ ഋതുപ്രത ബാനർജിക്ക് 61 MLA-മാർ പിന്തുണ പ്രഖ്യാപിച്ചതായാണ് തൃണമൂൽ നേതൃത്വത്തെ ഏറ്റവും ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു വിഷയം. തുടർന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയായുള്ള റിപ്പോർട്ടുകൾ പാർട്ടിയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അതേ അസംതൃപ്തി തന്നെ പാർലമെന്റിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വാർത്തയായി പുറത്തു വരുന്നത്. തൃണമൂലിന്റെ ലോക്സഭാ വിഭാഗത്തിലും രാജ്യസഭാ വിഭാഗത്തിലും നേതാക്കൾ നേതൃത്വത്തിനെതിരെ നിലപാട് ഘടിപ്പിക്കുന്നുവെന്ന വിവരങ്ങളാണ് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തൃണമൂൽ കോൺഗ്രസിന്റെ ഏകദേശം 20 ലോക്സഭാ എംപിമാർ ഇതിനോടകം തന്നെ എൻഡിഎക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യസഭയിലും പുതിയൊരു കൊഴിഞ്ഞുപോക്കിന്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. തുടർച്ചയായി തന്നെ 15 വർഷം പശ്ചിമ ബംഗാളിൽ അധികാരത്തിലിരുന്ന പാർട്ടി ഇന്ന് സംഘടനാപരമായ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. നിയമസഭയിലെ തിരിച്ചടി, MLA-മാരുടെ വിമത നീക്കം, ലോക്സഭാ അംഗങ്ങളുടെ അസംതൃപ്തി ഇപ്പോൾ രാജ്യസഭയിലേക്കും വ്യാപിപ്പിക്കുന്നത് കൂടുതൽ പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് നീക്കിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ മമതാ ബാനർജിക്ക് മുന്നിൽ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ആഴം വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്തയായി തന്നെയാണ് നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു രാജി ഉണ്ടാവുകയും കൂടുതൽ നേതാക്കൾ BJP-യിലേക്കും അല്ലെങ്കിൽ NDA-ക്ക് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് അവർ ആ ഒരു കൊഴിഞ്ഞുപോക്ക് നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.